ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ക്രോസ് ബോർഡർ വെടിവെപ്പിനകത്ത് ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു യുവതി അടക്കം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അതായത് ഈ ശക്തമായ തിരിച്ചടി കഴിഞ്ഞ മണിക്കൂറുകളിൽ പാകിസ്ഥാന് ഇന്ത്യ കൊടുക്കുന്നു. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ലക്ഷ്യമാക്കി തന്നെ കറാച്ചിയൊക്കെ തകർത്ത് കളയുന്ന രീതിയിലേക്കുള്ള പ്രത്യാക്രമണം നടത്തിയിട്ടും പാകിസ്ഥാൻ പാഠം പഠിച്ചിട്ടില്ല എന്നുള്ള വിവരമാണോ? വീണ്ടും ജമ്മുവിൽ ബ്ലാക്ക് ഔട്ടിലേക്ക് കാര്യങ്ങൾ പോകുകയും വീണ്ടും ഷെല്ലാക്രമണം നടക്കുകയും ചെയ്യുന്നു ഈ രാവിലെ ഈ സമയത്ത് കൂടി എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതായത് അതിർത്തിയിലുള്ള ആ യുദ്ധ സാഹചര്യത്തിൽ അയവ് വരുന്നതേ ഇല്ല എന്നാണോ? കരയുദ്ധമാണെങ്കിൽ അതല്ല, ആകാശ യുദ്ധമാണെങ്കിൽ ഇത് തുടരുന്നു എന്നാണോ ഈ മിനിറ്റിൽ സ്ഥിരീകരിക്കാവുന്നത്? അപർണ, അങ്ങനെ തന്നെയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായും ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അവർ വീണ്ടും ആക്രമണം നടത്തുക എന്നുള്ളത് പാകിസ്ഥാനല്ല ഏത് രാജ്യത്തിൻ്റെയും ഒരു ശൈലി തന്നെയാണ്. അത്തരമൊരു ഇനി ഏതെങ്കിലും തരത്തിലൊരു വെടിനിർത്തലിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലേക്കോ ഒരു സമവായത്തിലേക്കോ നീങ്ങേണ്ട ചർച്ചകൾക്ക് വരും മുമ്പ് അത്തരം ആക്രമണങ്ങൾക്ക്, അത്തരം പ്രതിരോധങ്ങളോ ആക്രമണങ്ങളോ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗത്തേക്ക് അയച്ച മിസൈലുകളെല്ലാം തന്നെ ഇന്ത്യ പൂർണ്ണമായും തകർക്കുകയും പാകിസ്ഥാന് മേൽ വലിയ ഇസ്ലാമാബാദിലേക്കടക്കം ഇന്ത്യയുടെ ആക്രമണം എത്തിപ്പെടുകയും ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ്. അവർക്ക് വലിയ നാണക്കേട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആ തരത്തിലേക്കാണ് പാകിസ്ഥാൻ നേരിട്ട ഒരു തിരിച്ചടി, തോൽവി എന്നൊക്കെ പറഞ്ഞാൽ അത് കനത്തതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്നലെ രാത്രി മുഴുവൻ അവർക്ക് ഏറ്റവും എളുപ്പമുള്ളത് ശ്രീനഗറിലേക്ക് ആക്രമണം നടത്തുക എന്നുള്ളതാണ്. ശ്രീനഗറിന്റെ പല ഭാഗത്തും ഡ്രോൺ ആക്രമണങ്ങളാണ് രാത്രിയുടെ മറവിൽ അവർ നടത്തിക്കൊണ്ടിരുന്നത്. അത്തരം ഡ്രോൺ ആക്രമണങ്ങളിൽ ചിലതെങ്കിലും ശ്രീനഗറിന്റെ വിവിധ ഭാഗങ്ങൾ വീണ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അത്തരം ആക്രമണങ്ങളൊക്കെ ശ്രീനഗറിൽ വ്യാപകമായി തന്നെ തുടരുകയാണ്. ശ്രീനഗർ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടാണ് നിർദ്ദേശം ഇന്നലെ കൊടുത്തിരുന്നത്. ഒരു കാരണവശാലും വൈദ്യുതി ബന്ധമൊന്നും ഒരു സ്ഥലത്തും വെളിച്ചത്തിലേക്ക് പോരുത് എന്നുള്ള നിർദ്ദേശം തന്നെ അതിപ്പോഴും അതിശക്തമായ രീതിയിൽ തന്നെ അവിടെ തുടരുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അത്തരം ആക്രമണങ്ങൾ, ശ്രീനഗറിലേക്കുള്ള ഡ്രോൺ ആക്രമണങ്ങളൊക്കെ തുടരുന്നുണ്ട് ഒരു ഭാഗത്ത്. ഇന്ത്യ പക്ഷേ ഇന്ത്യക്ക് നേരെ ഉയർന്ന പ്രധാനപ്പെട്ട വലിയ ആക്രമണങ്ങളെ, മിസൈൽ ആക്രമണങ്ങളെല്ലാം ഇന്ത്യൻ പ്രതിരോധ കവചം S-400 അതിവിദഗ്ധമായി തന്നെയാണ് തകർത്തത്. പാകിസ്ഥാന്റെ മണ്ണിൽ വെച്ച് തന്നെ ഇന്ത്യൻ മണ്ണിലേക്ക് അത് പറന്നുയരുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നോ പാകിസ്ഥാന്റെ ആകാശത്തു നിന്നോ മിസൈലുകൾ ഇന്ത്യയെ ലക്ഷ്യമാക്കി പറന്നുയർന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ അതിർത്തി കടക്കും മുമ്പ് തന്നെ പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ വെച്ച് തന്നെ ഇന്ത്യ തകർക്കുന്ന ഇന്ത്യയുടെ S-400 റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ കവചം ഉപയോഗിച്ചുകൊണ്ട് തകർക്കുന്ന രംഗങ്ങളാണ് കണ്ടത്. അതിൻ്റെ വിഷ്വൽസ് അടക്കമാണ് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ പാകിസ്ഥാൻ അതിന് ഒരു ഇസ്ലാമാബാദിലടക്കം പ്രധാനമന്ത്രിയുടെ വസതിയുടെ 20 കിലോമീറ്റർ അകലത്ത് വരെ നമ്മുടെ മിസൈലുകൾ പതിച്ചു എന്ന് ആലോചിക്കണം. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ ഭരണകൂടമൊക്കെ ഡൽഹിയിൽ നിന്ന് സ്വസ്ഥമായി കാര്യങ്ങൾ ചർച്ച നടത്തി യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് സ്വന്തം ഔദ്യോഗിക വസതിയിൽ താമസിക്കാൻ കഴിയാതെ മാറേണ്ടി വരുന്നു, ഒളിയിടത്തിലേക്ക് മാറേണ്ടി വരുന്നു എന്നതൊക്കെ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ നാണക്കേടുണ്ടാക്കുന്ന വാർത്ത കൂടിയാണ്. എന്തായാലും അത്തരം വാർത്തകൾ കൂടി പുറത്തു വരുമ്പോൾ സ്വാഭാവികമാണ് അവർ അത്തരത്തിലേക്കുള്ള തിരിച്ചടിക്കൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത്തരം ശ്രമങ്ങളാണ് ശ്രീനഗറിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രിയിൽ തുടർച്ചയായ ഡ്രോൺ ആക്രമണത്തിനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ ഡ്രോൺ ആക്രമണങ്ങളിൽ മഹാഭൂരിപക്ഷവും 90% ഡ്രോൺ ആക്രമണങ്ങളും ഇന്ത്യ പൂർണ്ണമായും തകർത്തിട്ടുണ്ട്. ചില ഡ്രോണുകളൊക്കെയാണ് ഇന്ത്യയുടെ ഭാഗത്ത് വന്ന് വീണിട്ടുള്ളത്. പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും കേന്ദ്രങ്ങളിലേക്കോ സൈനിക കേന്ദ്രങ്ങളിലേക്കോ അത്തരം മേഖലകളിലേക്കോ ഒന്നും ഒരു ആക്രമണം നടത്താനോ അതൊന്നും വിജയിപ്പിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല എന്നത് ആലോചിക്കണം. പൂർണ്ണമായും ഇന്ത്യൻ മേധാവിത്വമാണ്, കരയിലായാലും ആകാശത്തായാലും പൂർണ്ണമായും ഇന്ത്യൻ മേധാവിത്വത്തിലേക്ക് തന്നെ നിൽക്കുകയാണ് പാകിസ്ഥാൻ. ഇപ്പോൾ കഴിയുന്ന ഒരു കാര്യം ഈ തരത്തിലേക്ക് അതിർത്തി ഗ്രാമങ്ങളിലേക്ക്, അതിർത്തിയിലെ സ്ഥലങ്ങളിലേക്കൊക്കെ തുടർച്ചയായി ഡ്രോണുകൾ വിട്ടുകൊണ്ടുപോയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പല നൂറുകണക്കിന് ഡ്രോണുകൾ ഒരേ സമയം വിടുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് വീഴാം എന്നുള്ള തരത്തിലേക്ക് വാരി എറിയുക എന്നൊക്കെ പറയുന്നത് പോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് അതിൽ ചിലതൊക്കെ വീണ് പൊട്ടുന്നതിനെ അവർ വലിയ അവകാശവാദമായി ഉന്നയിക്കുകയാണ്. അതോടൊപ്പം തന്നെ വ്യാപകമായ രീതിയിലാണ് പാകിസ്ഥാനിൽ നിന്നും വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസവും വ്യാജ പ്രചരണങ്ങളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന്. ഇപ്പോഴും പാകിസ്ഥാനിലെ ചില കാർട്ടൂണുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ സേനയുടെ ശ്രദ്ധ എങ്ങനെ ഇൻസ്റ്റഗ്രാമിലും മറ്റ് സമൂഹ മാധ്യമത്തിലുമൊക്കെ ഇന്ത്യയെ തിരിച്ചടിക്കാമെന്നതിലാണ്. അതിൽ പാകിസ്ഥാൻ സേനയാണ് വിജയിച്ചിരിക്കുന്നത് എന്ന മട്ടിലൊക്കെ ചില കാർട്ടൂണുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യക്കാർ യുദ്ധം നടത്തുമ്പോൾ പാകിസ്ഥാൻ സേനയുടെ ശ്രദ്ധ അവിടെ ഉള്ളത് അവിടുത്തെ സമൂഹ മാധ്യമങ്ങളിൽ അവർ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്താനാണ്
ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്ന മട്ടിലുള്ള കാർട്ടൂണുകളൊക്കെയാണ് വന്നത്. അത് ഒരു വലിയ പരിധിയോളം ശരിയാണ്. താനും ആ മട്ടിലേക്കുള്ള വ്യാപകമായ രീതിയിലേക്ക് ഒരു പഞ്ചാബിലെ ഒരു പാടം കത്തുന്നതിൻ്റെ വിദൂരമായ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ തൊടുത്തുവിട്ട മിസൈൽ വീണ് ഇന്ത്യയിൽ പഞ്ചാബിലെ ഒരു നഗരം കത്തുകയാണ് എന്നുള്ള മട്ടിലേക്കുള്ള പ്രചരണം, അങ്ങനെ വ്യാപകമായ രീതിയിൽ അത്തരം സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നുണ്ട്. അതെല്ലാം ഇന്ത്യയുടെ ഫാക്ട് ചെക്കേഴ്സ്, ഇന്ത്യയുടെ നൂറുകണക്കിന് വരുന്ന ഫാക്ട് ചെക്കേഴ്സ് അതെല്ലാം പരിശോധിച്ച് എന്ന് എവിടെ എപ്പോൾ നടന്നതാണ് എന്നതിൻ്റെ എല്ലാം ചിത്രങ്ങൾ സഹിതം വീഡിയോ സഹിതം ഒക്കെയാണ് ഇപ്പോൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധമുഖത്ത് നിൽക്കുന്നത് ഇത്തരം സൈനികരാണെങ്കിൽ ഇത്തരം വ്യാജ ഓൺലൈൻ യുദ്ധമുഖത്ത് പാകിസ്ഥാനെ പ്രതിരോധിക്കാനായി ഇന്ത്യയിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരാണ് നിന്നുകൊണ്ട് അതെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിർത്തിയിൽ ഇപ്പോഴും കടുത്ത സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുമായി പോരാട്ടത്തിന് പാകിസ്ഥാൻ വലിയൊരു തോതിൽ ഒരുങ്ങുമ്പോൾ പാകിസ്ഥാന്റെ ഒരു ഭാഗം തന്നെ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് നഷ്ടമായി അതിർത്തിയിൽ ആക്രമണം തുടരുന്നു. ഈ രജൌരിയിലും ജമ്മുവിലും കശ്മീരിലും എല്ലാം ആ സാഹചര്യം തുടരുന്ന ഒരു നില തന്നെ. പക്ഷെ